നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന നിരവധി പ്രാണികളുണ്ട്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇവയുണ്ടാക്കുന്ന ആരോഗ്യപ്രശ്നങ്ങൾ പലപ്പോഴും ഗുരുതരമായിരിക്കും. കേരളത്തിലെയും ഇന്ത്യയിലെയും കാടുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില അപകടകാരികളായ പ്രാണികളെയും പ്രാണികളോട് സാമ്യമുള്ള മറ്റു ജീവികളെയും ഒന്ന് പരിചയപ്പെട്ടാലോ? പ്രധാനപ്പെട്ട അപകടകാരികളായ പ്രാണികൾ. കടന്നലുകൾ. കാടുകളിലെ വലിയ മരങ്ങളിലും പാറക്കെട്ടുകളിലും ഇവ കൂടുകൂട്ടാറുണ്ട്. ഇവയുടെ കുത്തേറ്റാൽ കടുത്ത വേദനയും നീർക്കെട്ടുമുണ്ടാകും. ഒന്നിലധികം കടന്നലുകളുടെ കുത്തേറ്റാൽ ശരീരത്തിൽ അലർജി, അനാഫിലാക്സിസ് വന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പെരുന്തേനീച്ച അഥവാ കാട്ടുതേനീച്ച. കാടുകളിൽ കാണപ്പെടുന്ന വലിയ തേനീച്ചകൾ പെട്ടെന്ന് പ്രകോപിതരാവുന്നവയാണ്. കാറ്റടിക്കുകയോ ചെറിയ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ പോലും വലിയ കൂട്ടമായി വന്ന് ഇവ ആക്രമിച്ചേക്കാം. ഇവയുടെ കുത്തും വളരെ അപകടകരമാണ്. ചൊറിയൻ പുഴുക്കൾ. മരച്ചില്ലകളിലും ഇലകളിലും കാണപ്പെടുന്ന പലതരം ശലഭപ്പുഴുക്കളുടെ രോമങ്ങൾ ശരീരത്തിൽ തട്ടിയാൽ കടുത്ത ചൊറിച്ചിലും തടിപ്പും വേദനയുമുണ്ടാകും. കാറ്റടിച്ച് ഇവയുടെ രോമങ്ങൾ പറന്ന് ശരീരത്തിൽ വീണാൽ പോലും ചിലർക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള അലർജികളുണ്ടാകാം. കാട്ടുകൊതുകുകൾ. കാടുകളിലെ കൊതുകുകൾ വലിയ പകർച്ചവ്യാധിവാഹകരാണ്. മലമ്പനി, മലേറിയ തുടങ്ങിയ മാരകരോഗങ്ങൾ പരത്താൻ ഇവയ്ക്ക് കഴിയും. പകൽ സമയത്ത് പോലും സജീവമായ കൊതുകുകൾ കാടുകളിലുണ്ട്. ബ്ലിസ്റ്റർ വണ്ടുകൾ. കാടുകളിലെ ചെടികളിൽ കാണപ്പെടുന്ന ഒരുതരം വണ്ടുകളാണിവ. ഇവയെ ശല്യപ്പെടുത്തിയാലോ ശരീരത്തിൽ ഇഴയാൻ അനുവദിച്ചാലോ കാൻഥാരിഡിൻ എന്നൊരു രാസവസ്തു പുറപ്പെടുവിക്കും. ഇത് തൊലിയിൽ വീണാൽ തീപ്പൊള്ളലേറ്റതുപോലെയുള്ള കുമിളകളും കടുത്ത നീറ്റലുമുണ്ടാകും. ഇനി പറയുന്നവ പ്രാണികളുടെ വർഗത്തിൽപ്പെടുന്നവയല്ലെങ്കിലും കാട്ടിൽ പോകുന്നവർ തീർച്ചയായും സൂക്ഷിക്കേണ്ടവയാണ്. ഉണ്ണികൾ, ടിക്സ്. മൃഗങ്ങളുടെ ശരീരത്തിലും പുല്ലുകളിലും കാണപ്പെടുന്ന ഇവ മനുഷ്യരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് രക്തം കുടിക്കും. വയനാട് പോലെയുള്ള വനമേഖലകളിൽ കുരങ്ങുപനി, KFD, ലൈം ഡിസീസ് തുടങ്ങിയ മാരകരോഗങ്ങൾ ഇവ പരത്തുന്നുണ്ട്. അട്ടകൾ, ലീച്ചസ്. മഴക്കാലത്ത് കാടുകളിൽ ഏറ്റവും കൂടുതൽ ശല്യമുണ്ടാക്കുന്നത് കുളയട്ടകളാണ്. ഇവയുടെ കടി വലിയ വേദനയുണ്ടാക്കില്ലെങ്കിലും ഇവയുടെ ഉമിനീരിലെ പ്രത്യേകത കാരണം കടിയേറ്റ ഭാഗത്തുനിന്ന് രക്തസ്രാവം തുടരാനും അണുബാധ, ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രാണികളിൽ നിന്ന് രക്ഷ നേടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശരിയായ വസ്ത്രധാരണം. കാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. പാൻസിന്റെ അടിഭാഗം ഷൂസിയുള്ളിലേക്ക് കയറ്റിവെക്കുന്നത്, ടക്കിൻ ചെയ്യുന്നത് ഉണ്ണികളും അട്ടകളും കയറുന്നത് തടയാൻ സഹായിക്കും. റിപ്പല്ലന്റുകൾ. കൊതുകുകളെയും പ്രാണികളെയും അകറ്റുന്ന ലേപനങ്ങൾ വസ്ത്രങ്ങളിലും ശരീരത്തിലും പുരട്ടുക. അട്ടകളെ അകറ്റാൻ ഷൂസിലും സോക്സിലും ഉപ്പും പുകയിലയും അല്ലെങ്കിൽ ഡെറ്റോളും ഉപയോഗിക്കാം. കാട്ടിലൂടെ നടക്കുമ്പോൾ മരച്ചില്ലകൾ വകഞ്ഞുമാറ്റുമ്പോഴും മരങ്ങളിൽ ചാരി നിൽക്കുമ്പോഴും ശ്രദ്ധിക്കുക. വലിയ തേനീച്ചക്കൂടുകളോ കടന്നൽ കൂടുകളോ കണ്ടാൽ ശബ്ദമുണ്ടാക്കാതെ മാറി നടക്കുക.